നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ഫ്ലെക്സ് ബോർഡുകൾ നിരത്തിൽ വയ്ക്കുന്നതിനുള്ള അന്ത്യശാസന സമയം ഇന്ന് അവസാനിക്കും. നിരത്തുകളിലെ കൊടിതോരണങ്ങളും ബോർഡുകളും മാറ്റുന്നതിനു വേണ്ടി തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥരുടെ നെട്ടോട്ടമാണ്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരം സർക്കാർ നൽകിയ അന്ത്യശാസന സമയം ഇന്നാണ് അവസാനിക്കുന്നത്. ഇതിനു മുൻപ് ബോർഡുകളും കൊടികളും പൂർണ്ണമായി മാറ്റണം. ഇല്ലെങ്കിൽ 5000 രൂപ വീതമാണ് പിഴ ചുമത്തുന്നത്. ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് ഈ തീരുമാനം. ബോർഡുകളും കൊടികളും ഏറെയും രാഷ്ട്രീയ പാർട്ടികളുടേതാണ്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നതോടെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് തദ്ദേശ വകുപ്പും നിർബന്ധിതമായി. ബോർഡുകൾ നീക്കുന്നതിൽ വർഷങ്ങളായി ഹൈക്കോടതി ഇടപെടുന്നുണ്ട്. 2022 മാർച്ച് 20 നടന്ന സർവകക്ഷി യോഗവും ഇത് ചർച്ച ചെയ്തു. 2022 വീണ്ടും 4 തവണ ബോർഡ് വിഷയം കോടതിയിലെത്തി. പാതയോരങ്ങളിലെ പരസ്യ ബോർഡുകളിൽ 50% അനധികൃതമാണെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയും ചെയ്തു. പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. പനമരം സ്വദേശികളായ നബീൽ കമർ, വിഷ്ണു എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. സംഭവത്തിൽ പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷാദ്, അഭിരാം എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്ന സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടറെ ബലിയാടാക്കി അധികൃതർ. കഴിഞ്ഞ ദിവസം ട്രൈബൽ പ്രൊമോട്ടറായ മഹേഷ് കുമാറിനെ പിരിച്ചുവിട്ടിരുന്നു. താൽക്കാലിക ജീവനക്കാരനായ മഹേഷിനെ പിരിച്ചുവിട്ടതിൽ മറ്റ് ട്രൈബൽ പ്രൊമോട്ടർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ രാം മേഘ്വാളാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബിൽ വിശകലനത്തിനായി ജോയിന്റ് കമ്മിറ്റിക്ക് കൈമാറും. ശക്തമായ വിമർശനമാണ് ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. ബിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു RJDയുടെയും കോൺഗ്രസിന്റെയും പ്രതികരണം. കൂടാതെ സംസ്ഥാന നിയമസഭകളെ അട്ടിമറിക്കുന്ന ബിൽ അംഗീകരിക്കാനാവില്ലെന്ന് മനീഷ് തിവാരിയും പറഞ്ഞു. ഇതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് DMK പാർട്ടിയാണ്. കേരളം തമിഴ്നാട്ടിൽ മാലിന്യം തള്ളുന്നുവെന്ന് പ്രതികരിച്ച് BJP. തമിഴ്നാട്ടിൽ കേരളം മാലിന്യം തള്ളുന്നു എന്ന ആരോപണവുമായി തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. തെങ്കാശി, കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ കേരളം മാലിന്യം തള്ളുന്നു എന്നാണ് നിലവിലെ ആരോപണം. കേരളം ഈ പണി നിർത്തിയില്ലെങ്കിൽ തിരിച്ചും മാലിന്യം തള്ളാൻ മടിക്കില്ലെന്നും DMKയും കേരളം ഭരിക്കുന്ന CPIM-ഉം സഖ്യകക്ഷികൾ ആയതിനാലാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്നും അണ്ണാമലൈ വിമർശിച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് കർശന നിയന്ത്രണങ്ങളുമായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. പുതിയ നയങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ബസ് ഉടമകളുമായി ചർച്ച നടത്തുമ്പോഴാണ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എല്ലാ സ്വകാര്യ ബസ് ജീവനക്കാർക്കും NOC നിർബന്ധമാക്കും. സ്വകാര്യ ബസ് ഡ്രൈവർമാർക്ക് ഘട്ടം ഘട്ടമായി പരിശീലനം നൽകും. ബസ്സുകളുടെ മത്സരയോട്ടം തടയുന്നതിന് വേണ്ടി ജിയോ ടാഗ് വയ്ക്കും. സമയം തെറ്റി ഓടുന്നത് തടയാൻ സ്വകാര്യ ബസ്സുകളെ തന്നെ ചുമതലപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരിശോധനകളാണ് ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ഒട്ടാകെ നടക്കുന്നത്. പരിശോധന കൊണ്ട് മാത്രം റോഡ് അപകടങ്ങൾ കുറയണമെന്നില്ല. നമ്മളിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നിയമങ്ങൾ പാലിക്കുക എന്നത്. ബ്ലാക്ക് സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ. റോഡിൽ വീണ് ഒരു ജീവൻ പോലും ഇനി നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്ന് തേർഡ് ഡിവിഷൻ പ്രാർത്ഥിക്കുന്നു. ആശയവിനിമയം നടത്താൻ റോബോട്ട് എത്തി. കിടപ്പ് രോഗികൾക്കും സംസാരശേഷി ഇല്ലാത്തവർക്കും കണ്ണനക്കി ആശയവിനിമയം നടത്താൻ AI റോബോട്ട്. ക്യാമറയും സ്ക്രീനും ചേർന്ന സംവിധാനമാണിത്. ഓരോ വാക്കിനുമുള്ള കണ്ണിന്റെ കോഡ് സ്ക്രീനിലുണ്ടാവും. ഇത് മനസ്സിലാക്കി കണ്ണ് ചലിപ്പിച്ചാൽ മതിയാകും. കൊല്ലം അമൃത യൂണിവേഴ്സിറ്റിയിലെ 20 ഗവേഷകരാണ് ഇത് നിർമ്മിച്ചത്. രോഗികളുടെ കിടക്കയ്ക്ക് മുന്നിൽ റോബോട്ട് വയ്ക്കും. ക്യാമറ കൺചലനങ്ങൾ പിടിച്ചെടുത്ത് വാക്കുകളായി സ്ക്രീനിൽ കാണിക്കും. റോബോട്ടിലെ സ്പീക്കറിലൂടെ ശബ്ദമായും ആശയവിനിമയം നടത്താൻ സാധിക്കും. കൂടാതെ അടിയന്തര സന്ദർഭങ്ങളിൽ സ്വിച്ച് അമർത്തിയാലും ആശയവിനിമയം നടത്താം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിലും റോബോട്ടിലൂടെ ആശയവിനിമയം നടത്താൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഒറ്റവരിപ്പാത. ശബരി റെയിൽ പദ്ധതി നിലവിലെ DPR പ്രകാരം ഒറ്റവരിപ്പാതയിൽ മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ധാരണയായി. പാത ഇരട്ടിപ്പിക്കൽ പിന്നീട് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇരട്ട ലൈൻ വേണമെന്ന് കേന്ദ്രം കത്ത് നൽകിയ സാഹചര്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. 2 ഘട്ടമായി പദ്ധതി നടപ്പാക്കും.
ഇതിന് അനുമതി ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗത്തിൽ ധാരണയായി. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാതയാണ് പൂർത്തിയാക്കുന്നത്. വയോധികനെ കാത്തു നിർത്തിയതിൽ സർക്കാർ ജീവനക്കാരെ നിർത്തിപ്പൊരിച്ചു. സർക്കാർ ആവശ്യത്തിനായി ഓഫീസിലെത്തിയ വയോധികനെ 1 മണിക്കൂർ കാത്തു നിർത്തിയ ജീവനക്കാർ ഇപ്പോൾ സമയത്തിന്റെ വില എന്താണെന്ന് ശരിക്കും അറിഞ്ഞു. കാത്തു നിർത്തിയതിന് ഉദ്യോഗസ്ഥരെ 20 മിനിറ്റ് നിർത്തി ജോലി ചെയ്യിച്ച് നോയിഡ അതോറിറ്റി മേധാവി. ഉത്തർപ്രദേശിലെ നോയിഡ അതോറിറ്റിയുടെ കീഴിലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലാണ് സംഭവം നടന്നത്. ഇതുപോലുള്ള രീതികൾ കേരളത്തിലും എത്തിയിരുന്നെങ്കിൽ വയോജനങ്ങൾക്ക് ഒരു മടിയും കൂടാതെ അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിനു വേണ്ടി സർക്കാർ സ്ഥാപനങ്ങളിൽ എത്താമായിരുന്നു. ഇതൊരു നിയമമാക്കി ഇവിടെ നടപ്പാക്കട്ടെ എന്നും എത്രയും വേഗം ഇത് സാധ്യമാകട്ടെ എന്നും നിങ്ങളെപ്പോലെ തന്നെ തേർഡ് ഐ വിഷനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അവസരം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ റിഗർ ട്രെയിനി, ഫാബ്രിക്കേഷൻ അസിസ്റ്റന്റ്, ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. 20 ഒഴിവുകളുള്ള റിഗർ ട്രെയിനിയുടെ പരിശീലന കാലാവധി 2 വർഷമാണ്. ഡിസംബർ 31 വരെ ഇതിനായി അപേക്ഷിക്കാം. ഫാബ്രിക്കേഷൻ അസിസ്റ്റന്റിന് 44 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഡിസംബർ 30 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ സഹായം കൈമാറി. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ അധികാരികളുടെ കൃത്യമായ ഇടപെടൽ മൂലം കൊല്ലപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിന് സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ കൈമാറി. ആന്റണി ജോൺ MLA, കളക്ടർ NSK ഉമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സർക്കാർ തലത്തിൽ ഇടപെട്ടാണ് ധനസഹായം വേഗം ലഭ്യമാക്കിയത്. പ്രദേശത്ത് ആവശ്യപ്പെട്ട ട്രഞ്ചുകളുടെ നിർമ്മാണവും വൈദ്യുത വിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സൗരോർജ്ജ വേലി സ്ഥാപിക്കൽ 21-ന് ആരംഭിക്കും. കൂടാതെ സൗരോർജ്ജ തൂക്കുവേലിയും സ്ഥാപിക്കുമെന്ന് MLAയും കളക്ടറും അറിയിച്ചു. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന്. CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് തന്നെ വിട്ടുനൽകും. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുള്ള പെൺമക്കളുടെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറിയ നടപടി നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു. ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് MM ലോറൻസിന്റെ പെൺമക്കളായ ആശ ലോറൻസും സുജാത ബോബനും ഹൈക്കോടതിയെ സമീപിച്ചത്. സെപ്റ്റംബർ 21-നായിരുന്നു MM ലോറൻസിന്റെ അന്ത്യം. MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം. MR അജിത് കുമാറിനും സുരേഷ് രാജ് പുരോഹിതനും സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി. DGP റാങ്കിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകുക. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. കഴിഞ്ഞ ദിവസം IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമാണ് സ്ഥാനക്കയറ്റത്തിന് ശുപാർശ ചെയ്തത്. സ്പീഡിൽ ബൈക്ക് ഓടിച്ചതിന് യുവാവിന് ക്രൂരമർദ്ദനം. കൊച്ചി കുമ്പളത്താണ് സംഭവം. 3 അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ യുവാവിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റു. ഷൈജു, റെനീഷ്, വിഷ്ണു എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. രമേശിനെയാണ് സംഘം ആക്രമിച്ചത്. രമേശ് ഓടിച്ചിരുന്ന ബൈക്കിന് വേഗത കൂടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇയാൾ മൂക്കിന്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭാര്യ പിതാവിനെ മരുമകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചു. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ പിതാവ് അഷ്റഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മരുമകൻ സജീറിനെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓട്ടോ ഡ്രൈവറായ ഭാര്യ പിതാവ് ഓട്ടോറിക്ഷ ഓടിച്ചു വരുന്നതിനിടെ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയാണ് ഇയാൾ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. രാവിലെ വെറും വയറ്റിൽ ഈന്തപ്പഴം കഴിക്കുന്നത് ശരീരത്തിന് പെട്ടെന്ന് ഊർജം ലഭിക്കാൻ ഗുണം ചെയ്യും. ഇത് ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കൂടാനും വിളർച്ച തടയാനും സഹായിക്കും. കാൽഷ്യം അടങ്ങിയ ഇവ എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ്. ഈന്തപ്പഴത്തിലെ മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.